കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജിയിൽ ഉത്തരവ് നാളെ ഉണ്ടായേക്കും. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, കേരളത്തിന് അനുകൂലമായ ഒരു ഉത്തരവ് പ്രതീക്ഷിക്കാമോ? കേന്ദ്ര സർക്കാർ ഇപ്പോഴും കേരളത്തിന്റെ ഹർജിയെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിനീഷ, തീർച്ചയായിട്ടും നാളെ കേരളത്തിന്റെ ഹർജിയിൽ ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കേരളത്തിന് കൂടുതൽ പണമെടുക്കാൻ അനുവദിക്കണം എന്ന് തന്നെയാണ്. കേരളത്തിന് അർഹതപ്പെട്ട തുക വായ്പ എടുക്കാൻ അനുവദിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളത്തിന് 10,000 കോടിയെങ്കിലും അടിയന്തരമായി ഈ ഒരു പരിധി നൽകണം എന്നതാണ് സംസ്ഥാനം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം. പക്ഷേ അതിന് അനുകൂല നിലപാട് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. പിന്നാലെ 13,000 കോടി കേരളത്തിന് അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം വന്നിരുന്നു. പക്ഷേ അത് പര്യാപ്തമല്ല എന്നതാണ് കേരളം ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന് കൂടുതൽ തുക ലഭിക്കാനുണ്ടെന്നും 19,000 കോടിയാണ് കേരളത്തിന് ലഭിക്കാനുള്ളത് എന്നതടക്കം സംസ്ഥാനം എന്തായാലും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഉത്തരവായിരിക്കും കോടതിയിൽ നിന്നും നാളെ ഉണ്ടാവുക. വിനിഷ. ശരി വിഷ്ണു, കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളത്തിന്റെ ഹർജിയിൽ നാളെ സുപ്രീം കോടതി ഉത്തരവുണ്ടായേക്കും. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.